Hi everyone, welcome back. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് ചെയ്യുകയും മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മുടെ മൊബൈൽ ആപ്പ് വഴി തന്നെ അവർക്ക് പൈസ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്ന UPI സർക്കിൾ എന്ന സംവിധാനം NPCI കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് UPI ആപ്പുകളിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകളെല്ലാം തന്നെ ആദ്യം വരുന്നത് സർക്കാരിന്റെ മൊബൈൽ ആപ്പായ BHIM ആപ്പിനകത്താണ്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന UPI സർക്കിൾ എന്ന ഫീച്ചറും വന്നിരിക്കുന്നത് ഈ BHIM ആപ്പിൽ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ UPI സർക്കിൾ എന്ന് ചോദിച്ചാൽ, ഒരു ഉദാഹരണത്തിന് എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് BHIM ആപ്പിൽ ലിങ്ക് ചെയ്തുകൊണ്ട് പേയ്മെന്റുകൾ നടത്തിക്കൊണ്ട് വരികയാണ് എങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക്, ഉദാഹരണത്തിന് എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിനോ ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ അവർക്ക് അവരുടെ ഫോണിൽ ഒരു BHIM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് UPI രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം അവർക്ക് ലഭിക്കുന്ന UPI ID നമ്മുടെ BHIM ആപ്പിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ BHIM ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആയിരിക്കും അവർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ഒരു സംവിധാനമാണ് UPI സർക്കിൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആൾക്ക് ആ BHIM ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരാൾക്കും പൈസ അയച്ചു കൊടുക്കാൻ കഴിയും. പക്ഷേ ഇതിന് നമുക്ക് ലിമിറ്റൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇത് ഒരേ സമയം ഉപകാരപ്പെടുന്നതും അതുപോലെ തന്നെ അപകടം പിടിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ആളുകളും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പലരും ഇതിന്റെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ UPI ആപ്പ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക. അപ്പോൾ BHIM ആപ്പിൽ എങ്ങനെയാണ് UPI സർക്കിളിനകത്തേക്ക് ഒരാളെ ആഡ് ചെയ്യുന്നത് എന്നും ഇതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാനുള്ളതെന്നും എന്തൊക്കെയാണ് ഇതിന്റെ പ്രയോജനങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള BHIM ആപ്പിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പാസ് കോഡ് എൻ്റർ ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കുക. ആപ്പ് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും അതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇതിലിവിടെ മുകൾ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് കാണാം ഇൻട്രൊഡ്യൂസിങ് UPI സർക്കിൾ എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ താഴെ UPI സർക്കിൾ ന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇതിൽ എവിടെ വേണമെങ്കിലും എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു UPI സർക്കിൾ എന്ന ഭാഗത്തേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ താഴെയുള്ള UPI സർക്കിൾ ന്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളിവിടെ UPI സർക്കിൾ എന്നുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ UPI സർക്കിൾ ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. റിക്വയർഡ് ആപ്പ് വേർഷൻ UPI സർക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത് BHIM ആപ്പ് വേർഷൻ 3.8.1 അതിന് മുകളിലുമാണ്. അപ്പോൾ നിങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന BHIM ആപ്പ് ആദ്യം തന്നെ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തായി പറയുന്നത് കീപ്പ് UPI ID ഹാൻഡി. നമുക്ക് നമ്മുടെ UPI സർക്കിളിൽ ആഡ് ചെയ്യേണ്ട ആളുടെ UPI ID എടുത്തു വെക്കണം. കൂടാതെ അവരുടെ മൊബൈൽ നമ്പർ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്ത് വെക്കുകയും വേണം. അടുത്തായി പറയുന്നത് യുവർ മണി ഈസ് യുവർ കൺട്രോൾ എന്നുള്ളതാണ്. നമ്മൾ ആഡ് ചെയ്ത വ്യക്തി പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇത്രയാണ് അവിടെ കൊടുത്തുള്ള മെയിൻ നിർദ്ദേശങ്ങൾ. ഇനി അവിടെ റീഡ് മോർ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം അവിടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ആഡ് ആൻഡ് മാനേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. നമ്മുടെ UPI സർക്കിളിൽ പുതിയൊരാളെ ആഡ് ചെയ്യുന്നതും നമ്മൾ ആഡ് ചെയ്ത വ്യക്തികൾ മാനേജ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ഓപ്ഷനിൽ വെച്ചിട്ടാണ്. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ക്രിയേറ്റഡ് എന്നും റിസീവ്ഡ് എന്നും രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇവിടെയുള്ള ക്രിയേറ്റഡ് എന്ന ഭാഗത്താണ് നമ്മുടെ UPI സർക്കിളിൽ നമ്മൾ ആഡ് ചെയ്ത വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതും അതുപോലെ തന്നെ അവിടെ ആഡ് ചെയ്യുന്നതും ഇവിടെ നിന്നാണ്. ഇനി നമ്മൾ മറ്റൊരാളുടെ UPI സർക്കിൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ റിസീവ്ഡ് എന്ന ഭാഗത്ത് നമ്മൾ കാണാം. ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ക്രിയേറ്റഡ് എന്നുള്ള സെക്ഷനിലോട്ട് തന്നെ വരിക. അവിടെ ആഡ് ഫാമിലി ഓർ ഫ്രണ്ട്സ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും ആഡ് ഫാമിലി ഓർ ഫ്രണ്ട്സ് എന്നുള്ളതിൽ. ഇവിടെ നമുക്ക് നമ്മുടെ UPI സർക്കിളിൽ ആൾ ആഡ് ചെയ്യുന്നതിനായിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സ്കാൻ ദ QR കോഡ്, എൻ്റർ UPI ID എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസാണ് നമുക്കുള്ളത്. നമുക്ക് ആഡ് ചെയ്യേണ്ട ആളുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ UPI ID എൻ്റർ ചെയ്തുകൊണ്ടും നമുക്ക് ഒരാളെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സ്കാൻ ദ QR കോഡ് എന്നുള്ള ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയി വരും. അതുപയോഗിച്ചുകൊണ്ട് അവരുടെ ആപ്പിലുള്ള QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വ്യക്തിനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ എൻ്റർ UPI ID എന്നുള്ളതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ UPI ID എൻ്റർ ചെയ്തുകൊണ്ടും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റർ UPI ID എന്നുള്ള ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവരുടെ ആപ്പിലുള്ള ആ ഒരു UPI ID നോക്കി നമ്മൾ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ആഡ് ടു മൈ UPI സർക്കിൾ എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അതുപോലെ പെർമിഷൻ ചോദിക്കും. നമ്മുടെ കോൺടാക്ട്സ് ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലൊന്ന് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അതിൽ കണ്ടിന്യൂ എന്നുള്ളതിൽ എൻ്റർ ചെയ്യുന്നതോട് കൂടെ അതുപോലെ നമ്മുടെ കോൺടാക്ട്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കോൺടാക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് കോൺടാക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഒന്നും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ നമ്മുടെ കോൺടാക്ട്സ് അവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യേണ്ട വ്യക്തിയുടെ പേര് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വീണ്ടും കൺഫേം ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. അവിടെ നമ്മൾ അലോ സെലക്റ്റഡ് കോൺടാക്റ്റ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം.
ശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ ആപ്പിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺടാക്റ്റ് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു വിൻഡോയിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ചൂസ് ആക്സസ് ടൈപ്പ് എന്നുള്ളതാണ്. അതിൽ നമുക്ക് ആക്സസ് ചെയ്യുന്നതിന് 2 ടൈപ്പുകളുണ്ട്. സെൻഡ് വിത്ത് ലിമിറ്റ്സ്, അപ്രൂവ് എവരി പേയ്മെൻറ്റ്സ് എന്നിങ്ങനെയുള്ള 2 ഓപ്ഷൻസ് ആണുള്ളത്. ഇവിടുന്ന് നമുക്കൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു ലിമിറ്റിലുള്ള എമൗണ്ട് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇവിടെ നമ്മൾ രണ്ടാമത്തെ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ ക്യാഷും ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ടോ അത്രയും ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് ഇതിലുള്ള ഒരു മെയിൻ അപകടം എന്ന് പറയുന്നത്. നമ്മുടെ ഫോണിൽ ആരെങ്കിലും അക്കൗണ്ട് നമ്മൾ ഇതുപോലെ അറിയാതെ ആഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള ഫുൾ എമൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ സ്പെൻഡ് വിത്ത് ലിമിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല കംപ്ലീറ്റ് പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്രൂവ് എവരി പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാതാണ്. അപ്പോൾ ഞാനിവിടെ സ്പെൻഡ് വിത്ത് ലിമിറ്റ്സ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ താഴെ ടിക്ക് മാർക്ക് കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ പ്രൊസീഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അവിടെ മാക്സിമം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. 15,000 രൂപ വരെയാണ് നമുക്കൊരു മാക്സിമം ലിമിറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് താഴെയുള്ള കോളത്തിൽ അവിടെ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഭാഗമുണ്ട്. അവിടെ നമുക്ക് വേണ്ട എമൗണ്ട് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രത്യേക ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് താഴെ റെക്കമെൻഡഡ് എന്നുള്ളതുണ്ട്. അവിടെ 1000, 2000, 5000, 10000 എന്നിങ്ങനെ എമൗണ്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഇഷ്ടമുള്ള ഒരു എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 2000 എന്നുള്ള ഒരു എമൗണ്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് അവിടെ ഡേറ്റ് ഉണ്ട്. ഒരു പീരിയഡിലേക്ക് ഏത് പീരിയഡിലേക്കാണ് വേണ്ടത് എന്നുള്ള ഒരു പീരിയഡ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അതിന് താഴെയായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ വേണ്ടത് ആ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വരുന്ന ഈ ഒരു ഭാഗത്ത് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു UPI പിൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. റിക്വസ്റ്റ് സെൻഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാനുള്ള വ്യക്തിക്ക് നമ്മളൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഡൺ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ UPI സർക്കിളിൽ നമ്മൾ ആഡ് ചെയ്ത വ്യക്തിനെ ക്രിയേറ്റഡ് എന്നുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് താഴെയായിട്ട് ഇതുപോലെ നമ്മൾ അയച്ചു കൊടുത്ത ആ ഒരു വ്യക്തി ആക്സെപ്റ്റ് ചെയ്യേണ്ട സമയം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 30 മിനിറ്റിനുള്ളിൽ ആ ഒരു വ്യക്തി ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം ഇനി നമ്മൾ ആർക്കാണോ റിക്വസ്റ്റ് അയച്ചത് അവരുടെ ഫോണിലുള്ള BHIM ആപ്പ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അവരുടെ ഫോണിലുള്ള ആപ്പ് ഓപ്പണായി വരുന്ന സമയത്ത് തന്നെ ആ ഒരു മെയിൻ സ്ക്രീനിൽ ഇതുപോലെ ആ ഒരു റിക്വസ്റ്റ് അയച്ചത് നമുക്കിതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെയുള്ള ഈ കോളത്തിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ആക്സെപ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. യു ആർ ആഡഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു UPI സർക്കിളിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അക്കൗണ്ട് ഹോൾഡറുടെ നെയിം, അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ലിമിറ്റ്, നമ്മൾ ഏത് പീരീഡ് വരെയാണോ സെറ്റ് ചെയ്തിട്ടുള്ളത്, അവരുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണെന്നുള്ളത് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെ ഹോം എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഹോം പേജിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. UPI സർക്കിളിൻ്റെ ആ ഒരു ഹോം പേജിലേക്ക് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് റിസീവ്ഡ് എന്നുള്ള ഭാഗത്താണ്. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ അക്കൗണ്ടിൽ ആഡ് ആകുമ്പോൾ നമ്മൾ റിസീവ്ഡ് എന്നുള്ള ഭാഗത്താണ് ഉണ്ടാവുക. നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റഡ് എന്നുള്ള ഭാഗത്ത് അവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് ആ ഒരു പേരിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, റിമൂവ് എന്നിങ്ങനെയുള്ള 2 ഓപ്ഷൻസ് നമുക്ക് കാണാം. അതിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ളതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെയുള്ള റിമൂവ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു സർക്കിളിൽ നിന്ന് എക്സിറ്റ് ആകാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും നമ്മൾ ആ ഒരു പ്രൈമറി ഫോണിലൊന്ന് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ആ BHIM ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ UPI സർക്കിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു വ്യക്തിനെ നമുക്ക് ഇതുപോലെ ക്രിയേറ്റഡ് എന്നുള്ള സെക്ഷനിൽ കാണാം. ഇനി നമുക്ക് അതിന് താഴെയായിട്ട് ഇവിടെ ചെക്ക് ലിമിറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ടോട്ടൽ ബാലൻസ്, അവൈലബിൾ ബാലൻസ് എന്നിങ്ങനെ 2 ഓപ്ഷൻസ് കാണാം. അപ്പോൾ അതിൽ നിന്ന് ടോട്ടൽ ബാലൻസിൽ നമ്മൾ എത്രയാണോ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് അവിടെ കാണാം. അതിൽ നിന്ന് അവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എമൗണ്ടാണ് അവൈലബിൾ ബാലൻസ് എന്നുള്ള ഭാഗത്ത് കാണിക്കുക. ഇപ്പോൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ടോട്ടൽ എമൗണ്ട് 2000 ആയിട്ട് 2 ഭാഗത്തും കാണിക്കുന്നുണ്ട്. ശേഷം ഇനി ഇവിടെ നമുക്ക് ആ ഒരു പേരിൻ്റെ ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അതുപോലെ റിമൂവ് എന്നുള്ള ഓപ്ഷൻസ് കാണാം. അതിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ളതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അവർ നടത്തിയ ട്രാൻസാക്ഷൻസ് നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ ഇവിടെയുള്ള റിമൂവ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ആളെ നമ്മുടെ സർക്കിളിൽ നിന്നും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ പലതരത്തിലുള്ള സ്കാമുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ ഫോൺ എടുത്തുകൊണ്ട് അവരുടെ UPI ID ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് കൂടെ UPI ഇടപാടുകൾ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രയോജനം. എന്നിരുന്നാലും ഇതിൽ ഇങ്ങനെയുള്ള ചില അപകടങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ UPI പിൻ മറ്റാരുമായും ഷെയർ ചെയ്യാതിരിക്കുകയും ചെയ്യുക. UPI സർക്കിളുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.